ഒരു ഹോസ്പിറ്റൽ സർജറിക്ക് വേണ്ടി നിൽക്കുമ്പോഴാണ് പലരും ഹെൽത്ത് ഇൻഷുറൻസ് കുറിച്ചിട്ട് ആലോചിക്കുന്നത്. അപ്പോൾ ആ നേരത്തെ നമുക്ക് പോളിസി കിട്ടുമോ കിട്ടില്ല. നമുക്കറിയാം രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്. ഒരു മാസം നമ്മൾ 15,000, 20,000, 30,000, 40,000, 50,000 രൂപ വരുമാനം കിട്ടുന്ന പല മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് നടത്തുന്ന ആളുകളുണ്ട്. ഒക്കെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? സാമ്പത്തികം ആണ് ബേസ്. അപ്പോൾ ഇവിടെ വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക വഴി ഇതൊരു സാമ്പത്തികമായിട്ട് ലാഭം ഉണ്ടാക്കാനല്ല ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത്. നമ്മുടെ ബാധ്യത, സാമ്പത്തിക ബാധ്യതയെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽത്ത് ഇൻഷുറൻസ്. ഇത് നമ്മൾ ഇന്നും മനസ്സിലാക്കുന്നില്ല. നമുക്കറിയാം മിനിമം 5 lakh തൊട്ടുള്ള കവറേജുകളൊക്കെ എടുക്കുന്നതാണ് നല്ലത്. 5 lakh ഉണ്ട്, 10 lakh ഉണ്ട്, 2 കോടി ഉണ്ട്. അതിനുമുപരി എടുക്കാവുന്ന കവറേജുകൾ ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളും നമ്മുടെ നാട്ടിലുണ്ട്. ഗവൺമെന്റിന്റെ അണ്ടറിൽ, IRDയുടെ അണ്ടറിൽ ഒരുപാട് ഇൻഷുറൻസ് കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. ആരെങ്കിലും പോയിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് പോയിട്ട് പോളിസി എടുക്കാറുണ്ട്. മറ്റുള്ള പല കാര്യങ്ങളും നമ്മൾ അങ്ങോട്ട് പോയിട്ട് നമ്മൾ പോളിസി എടുക്കുന്നെങ്കിൽ ഇവിടെ എന്തിനാണ് ഏജന്റ് വെച്ചിരിക്കുന്നത്? ഇൻഷുറൻസ് കമ്പനിക്ക് അറിയാം ആരും ഓടി വന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാറില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ ഒരു ഇടനിലക്കാരൻ, ഒരു മീഡിയേറ്റർ, ഒരു സഹായകന്റെ ആവശ്യം. അതാണ് അഡ്വൈസർ. അപ്പോൾ ഈ അഡ്വൈസറാണ് ഒരു കസ്റ്റമറെ ബോധ്യപ്പെടുത്തി എന്ത് കൊടുക്കുന്നത്? ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി കൊടുക്കുന്നത്. എല്ലാ ഏജന്റുമാരും ഓരോ ഹോസ്പിറ്റലിന് മുന്നിലും ടേബിൾ ഇട്ടിരുന്ന കുറെ എൻക്വയറി വരും. കാരണം രോഗികളാണ്, അവർക്ക് അപ്പ പോളിസി ആവശ്യമുണ്ട്. ഒരുപാട് മാരകാസുഖങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഒരു അസുഖം വന്നാൽ ഒരു ഹോസ്പിറ്റൽ സർജറിക്ക് വേണ്ടി നിൽക്കുമ്പോഴാണ് പലരും ഹെൽത്ത് ഇൻഷുറൻസ് കുറിച്ചിട്ട് ആലോചിക്കുന്നത്. അപ്പോൾ ആ നേരത്തെ നമുക്ക് പോളിസി കിട്ടുമോ കിട്ടില്ല.